ഹായ് ഓൾ. ഏഷ്യാനെറ്റ് ന്യൂസിലെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന പരിപാടി ചിലപ്പോൾ പലരും കാണുന്നുണ്ടായിരിക്കും. അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റാണ് ആ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതോ അതിന് മുന്നേ ഉള്ള 1-2 ദിവസത്തിന് മുന്നേ ഉള്ള ഒരു എപ്പിസോഡ് അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം LDF യോഗം ഇന്നലെ നടന്നു. അപ്പോൾ LDFന്റെ ഒരു യോഗം കൂടി. LDFന്റെ നേതാക്കൾ എല്ലാവരും കൂടുന്ന സാധാരണ അവരുടെ ഒരു യോഗം കൂടി. അതിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളെ പറ്റിയാണ് ഈ എപ്പിസോഡിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 3 മാസങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അതായത് 90 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇന്നലെ ചേർന്ന LDF യോഗം എടുത്തിരിക്കുന്നത്. സർക്കാരിനുള്ള ഹണിമൂൺ പീരീഡ് നീട്ടിക്കൊടുക്കാനാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. നോക്കൂ, സർക്കാരിനെതിരെ ഉടൻ പ്രക്ഷോഭം വേണ്ട എന്നാണ് തീരുമാനം. സർക്കാരിനുള്ള ഹണിമൂൺ പീരീഡ് നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു LDF. അതായത് സർക്കാരിനുള്ള പ്രതിഷേധവും സമരവും കുറച്ചും കൂടെ നീട്ടാം. ഇപ്പൊ 3 മാസമായി, ഇതും കഴിഞ്ഞിട്ട് മതി പ്രതിഷേധവും സമരവും എന്നുള്ളതാണ്. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ പ്രതിഷേധിക്കുന്നത്? അത് മനസ്സിലായില്ലല്ലോ. എന്ത് തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം? ഇവിടെ എന്താണ് വല്ല ഈ 3 മാസത്തിനുള്ളിൽ കൊടിയ വല്ല പരിഷ്കാരങ്ങളോ അല്ലെങ്കിൽ വല്ല എന്താ പറയുക ആക്രമണങ്ങളോ എന്തെങ്കിലും വയലൻസോ ഇനി അല്ലെങ്കിൽ പട്ടിണിയോ അഴിമതിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ? ഈ പറയുന്ന 3 മാസത്തിനുള്ളിൽ ഒരു സമരം തുടങ്ങണമെന്ന് ആഗ്രഹിക്കാൻ കാരണം എന്താണ്? അതൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം LDF എടുത്തത് അഥവാ എടുക്കേണ്ടി വന്നത്? നമുക്കതൊന്ന് പരിശോധിക്കാം. നോക്കൂ, ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവികളിൽ ഒന്നാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് തൽക്കാലം സർക്കാരിനെതിരെ പ്രക്ഷോഭം വേണ്ട എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് വൻ ദയനീയമായ തോൽവി ആയതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രതിഷേധം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ജസ്റ്റ് മാർജിനിൽ ചെറിയ തോൽവിയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ പണി തുടങ്ങേണ്ട സമയമായി എന്നുള്ളതാണ് LDF തീരുമാനത്തിന്റെ പൊതുവെ പുറത്തേക്ക് വന്നിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സമരം ചെയ്യേണ്ട ഒരു സംഭവം ഇവിടെ എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്രൂരമായ സംതിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ സമരം ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനിൽ വൻ തോൽവിയായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അത് ഏറ്റില്ലെങ്കിലോ എന്ന് പഠിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. ബാക്കി കേട്ടു നോക്കാം. എന്താണ് ആ തിരിച്ചറിവ്? നോക്കൂ, ജനങ്ങൾ പൂർണ്ണമായും തങ്ങൾക്കെതിരാണ്. അതാണ് കേട്ടോ ആ തിരിച്ചറിവ്. ഈ സമയത്ത് സർക്കാരിനെതിരെ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയാൽ ഒരു ജനപിന്തുണയും കിട്ടില്ല. അത് ജനങ്ങളെ കൂടുതൽ തങ്ങൾക്കെതിരാക്കും. ഈ സമയത്ത് സർക്കാരിനെതിരെ സമരവും പ്രക്ഷോഭവുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ പിന്തുണ കിട്ടില്ല എന്ന്. പക്ഷെ എനിക്കതിന് മുന്നേ മനസ്സിലാക്കാനുള്ള കാര്യം, നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത്? ഒരു കാരണം വേണ്ടേ? ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് VD സതീശൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കാര്യങ്ങളും കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമരം ചെയ്യാൻ മാത്രമുള്ള എന്താണോ ഉണ്ടായത് ഇവിടെ? അതൊന്ന് പറയൂ. നിങ്ങൾക്ക് സമരം ചെയ്ത് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, കഞ്ഞി കുടിക്കണമെങ്കിൽ സമരം ചെയ്യണം എന്നുള്ളതാണോ പറഞ്ഞു വരുന്നത്? സർക്കാരിന് എന്ത് തീരുമാനത്തിനെയാണ് നിങ്ങൾ ഇത് നേരിടാൻ പോകുന്നത്? എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ ഈ വാർത്തയൊക്കെ ഞാനും കാണുന്നതാണ്, പക്ഷെ നമുക്കിത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതിൽ നാട്ടുകാർ തെറി പറയും. അതായത് നാട്ടുകാർ ഇപ്പൊ ഉള്ള കലിപ്പിന്, ഇപ്പൊ ഇവർക്കെതിരെ ഒരു ജനവികാരം ഉള്ളതുകൊണ്ടാണല്ലോ അവർ തോറ്റത്. അപ്പൊ നാട്ടുകാർ ഇനി എതിരാവും എന്നുള്ളതാണ് അവിടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയം എന്ന്. എന്താണെന്നേ, സർക്കാരിനുള്ള ഹണിമൂൺ പീരീഡ് നീട്ടിക്കൊടുക്കാൻ അവർ തീരുമാനിച്ചത്. അത് സർക്കാരിന് നൽകുന്ന ഔദാര്യമൊന്നുമല്ല കേട്ടോ, സ്വയം വരുത്തി വെച്ച വിനയാണ്. നോക്കൂ, കഴിഞ്ഞ 3 മാസങ്ങളായി UDF സർക്കാർ തുടരുന്നത് ജനദ്രോഹ നയങ്ങളാണെന്ന കാര്യത്തിൽ LDFന് ഒരു സംശയവുമില്ല. 3 മാസം ഭരണത്തിലേറിയിട്ട് 3 മാസം ഇവർ തന്നെ പറയുന്ന ഹണിമൂൺ പീരീഡിനുള്ളിൽ ഫുൾ ജനദ്രോഹ നയങ്ങളാണെന്നാണ് പറയുന്നത്. എന്ത് ചെയ്താലും അതിൽ CPMന് യാതൊരു സംശയമില്ല എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരന്റെ അങ്ങേര് ഈ CPMന്റെ പാർട്ടി പരിപാടി കഴിഞ്ഞ് ഏതോ ഒരു കൺവീനർ എങ്ങാണ്ട് ഇതുപോലെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പുള്ളി ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ഈ 3 മാസത്തിൽ കേരളം നശിപ്പിച്ചു. അതാണ് മൊത്തത്തിൽ CPMന് മനസ്സിലായ സംഭവം. പക്ഷേ അവരെ വിമർശിക്കാൻ LDFന് ഭയമാണ്. ഇത് അങ്ങ് ഊഹിച്ച് പറയുന്നതല്ല കേട്ടോ. അക്കാര്യം വെളിപ്പെടുത്തിയത് LDFന്റെ കൺവീനറായ TP രാമകൃഷ്ണൻ തന്നെയാണ്. അതായത് ഈ ഇങ്ങനെ ജനദ്രോഹപരമായ ഒരു ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം. പക്ഷെ എന്നിരുന്നാൽ പോലും അതിനെതിരെ പ്രതിഷേധിക്കാൻ CPMന് പേടിയാണെന്നാണ് LDF കൺവീനർ പറഞ്ഞതെന്ന്. ആലോചിച്ച് നോക്ക്, ഒരു ഗതികേട്. എന്തായാലും എനിക്ക് മനസ്സിലാവാത്ത കാര്യം, എന്താണ് ആ ജനദ്രോഹപരമായ നടപടി എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമുക്ക് ബാക്കി നോക്കാം. സർക്കാരിനെ വിമർശിച്ചാൽ വിമർശിക്കുന്നവരെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയുമാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ചെയ്യുന്നത്. അതാണെന്നേ LDF കൺവീനറുടെ പരാതി. സർക്കാരിനെ വിമർശിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കളിയാക്കുമെന്ന്, മറ്റു മന്ത്രിമാരും കളിയാക്കും എന്നുള്ളതാണ് LDF കൺവീനറിന്റെ പരിപാടി. ഇങ്ങനെയൊക്കെ ആരാണ് കൺവീനറാക്കി ഇരുത്തി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. എന്തൊരു ഗതികെട്ട അവസ്ഥയാണിത്. അതന്നെ, ഒരു ഗതികേടിലേക്ക് CPMോ ഇടതുപക്ഷമോ ചെന്ന് വീണിട്ടില്ല കേട്ടോ. സർക്കാരിനെ വിമർശിക്കുന്നവരെ പരിഹസിക്കാൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് കരുത്തുണ്ടാകുന്നത്, മറ്റു മന്ത്രിമാർക്ക് കരുത്തുണ്ടാകുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, വിമർശനത്തെക്കാൾ അതിനോടുള്ള പരിഹാസത്തിനാണ് ഇപ്പോൾ കയ്യടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അതിനർത്ഥം UDF സർക്കാരിനെ ഒന്ന് വിമർശിക്കാൻ പോലും ജനങ്ങൾ ഇപ്പോൾ സമ്മതിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് തൽക്കാലം മൗനം പാലിക്കുക, മിണ്ടാതിരിക്കുക, ഇതാണ് പുതിയ തന്ത്രം. അതായത് UDF സർക്കാരിനെ വിമർശിക്കാൻ ജനങ്ങൾ സമ്മതിക്കുന്നില്ല.
ജനങ്ങൾ ഇപ്പൊ എന്താണ്, ജനങ്ങൾ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വന്നില്ലല്ലോ കഴിഞ്ഞ വർഷങ്ങളിൽ. ജനങ്ങൾ നോക്കുമ്പോൾ വിമർശിക്കാൻ ഒരു കാരണം വേണ്ടേ? ചുമ്മാ വിമർശിക്കണത് എങ്ങനെയാണ്? അതാണ് സംഭവം. യഥാർത്ഥത്തിൽ അതാണ്. ഇതിപ്പം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, സമരം ചെയ്യേണ്ട എപ്പോഴാണ് എന്തിലാണെന്നുള്ള നോക്കിയിരിക്കും. പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷെ അങ്ങ് പറയുവാണ് ഈ ജനദ്രോഹപരമായ UDF സർക്കാരിന്റെ നടപടിക്കെതിരെ നമ്മൾ ഇപ്പോഴേ സമരം തുടങ്ങണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നോക്കൂ, 2021 എങ്ങനെയാണ് LDF തുടർഭരണം ഉണ്ടായത്? ഒരു സംശയവും വേണ്ട, ജനങ്ങൾ നെഞ്ചേറ്റിയ മുന്നണിയായിരുന്നു 2021 തെരഞ്ഞെടുപ്പിൽ LDF. ആ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥിതി എന്തായിരുന്നു? സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാൻ അന്ന് ജനങ്ങൾ അനുവദിച്ചിട്ടില്ല. കാരണം എന്താ? കോവിഡ് കാലത്ത് സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഓരോ വീടുകളിലും സർക്കാരിന്റെ സാന്നിധ്യം അവരനുഭവിച്ചു. മരുന്നായി, ഭക്ഷണമായി, പണമായി, സാന്ത്വനമായി പിണറായി സർക്കാർ ഉണ്ടായിരുന്നു, പിണറായി വിജയൻ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ അന്ന് ജനങ്ങൾ കണ്ടത് തങ്ങളുടെ രക്ഷകനായിട്ടാണ് കേട്ടോ. ആ അനുഭവത്തിന്റെ സാക്ഷ്യപ്പെടുത്തലായിരുന്നു തുടർഭരണം. പക്ഷേ അത് തന്നെയാണ് അത് കറക്റ്റാണ് പറഞ്ഞത്. കാരണം LDF സർക്കാരിനെ പോലെ ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം കോൺഗ്രസിൽ ഇല്ല എന്നുള്ളത് കറക്റ്റാണ്. ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ അതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കതിൽ സംശയമൊന്നുമില്ല, പറഞ്ഞത് കറക്റ്റായുള്ള പരിപാടിയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, അവിടെ എന്ന് പറയുന്നത് മേളിൽ ഒരാൾ പറയുന്നു, താഴെയുള്ളവർ കേൾക്കുന്നു. സോ അതാണ് ആ ഒരു സിസ്റ്റം ആക്ച്വലി കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്രൈസിസ് മാനേജ് ചെയ്യാൻ CPM നല്ലതല്ല. പക്ഷെ ഒരു സ്റ്റേറ്റ്, ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത് ഒരു ക്രൈസിസ് വരുമ്പോൾ മാനേജ് ചെയ്യാന്നുള്ളത് മാത്രമല്ലല്ലോ. ക്രൈസിസ് എന്ന് പറയുന്നത് വൺസ് ഇൻ എ വൈൽ, ഒരു നൂറ്റാണ്ടിൽ ഒരു തവണയോ 2 നൂറ്റാണ്ടിൽ ഒരു തവണയോ ഒക്കെ വരേണ്ടതായ സംഭവമാണ്. അങ്ങനെ വരാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ ഈ നാച്ചുറൽ ഡിസാസ്റ്ററിനെ പറ്റിയൊക്കെയാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് LDF ചെയ്യുന്നതിനേക്കാളും ചിലപ്പം ബെറ്റർ ആയിട്ട് ചിലപ്പോൾ UDF ചെയ്യുമായിരിക്കും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാച്ചുറൽ ഡിസാസ്റ്റർ പോലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞത് കറക്റ്റാണ്. ആ സമയത്ത് ഒരു എന്താ എണ്ണയിട്ട യന്ത്രം പോലെ എന്നൊക്കെ പറയുന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് CPM. സംശയം വേണ്ട. ഇന്നിപ്പോൾ LDF അല്ലെങ്കിൽ CPM ഒരു ചർച്ചാ വിഷയം പോലും അല്ലാതായിരിക്കുന്നു. ഇതൊക്കെ മറ്റേ കമ്മികൾ എങ്ങനെ കേട്ടിരിക്കും എന്നുള്ളതാണ് സംശയം. അതായത് LDF ഒന്നുമേ അല്ലെന്നൊക്കെ പറയുന്നു. അതൊക്കെ വെറുതെയാണ്. അങ്ങനെയൊന്നും പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു ഉണ്ണി കയ്യിൽ നിന്നിടുന്നതാണ്. ആ വികാരം ഒന്ന് ആളിക്കത്തിക്കാനുള്ള പരിപാടിയാണ്. ഈ പൊതുവെ ഈ വീഡിയോയിൽ അതായത് സമാധാനത്തോടെ ഇരിക്കുന്ന കമ്മികളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സമരം ചെയ്യുന്നില്ല, സമരം ചെയ്യണം എന്നുള്ള ഒരു ആഹ്വാനം കൂടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ആക്ച്വലി. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ കാണണമല്ലോ. അപ്പം അതിനുവേണ്ടി ഇങ്ങനെ ചോര തിളക്കണ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അപ്പം കമ്മികളെ പ്രകോപിപ്പിക്കുകയാണ് ഒരു പരിധിവരെ. 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നത്. അതായത് അന്നത്തെ ജനവിധിയെ UDF അനുകൂലമെന്നോ ഇടതുപക്ഷത്തിന് എതിരെന്നോ പറയാൻ കഴിയുമായിരുന്നില്ല. ആരെങ്കിലും ഒരാളൊന്ന് മൂത്രമൊഴിക്കാൻ പോയാൽ താഴെ വീഴുന്ന സർക്കാർ എന്നാണല്ലോ പ്രതിപക്ഷ നേതാവായിരുന്ന VF അച്യുതാനന്ദൻ അന്ന് UDF സർക്കാരിനെ വിശേഷിപ്പിച്ചിരുന്നത്. ആ സർക്കാരിന് ഒരു ഹണിമൂൺ പീരീഡും അന്ന് LDF നൽകിയിട്ടില്ല. തുടക്കം മുതൽ തന്നെ പ്രക്ഷോഭങ്ങളായിരുന്നു. എന്താ കണ്ടോ, ഇതാണ് ആ പാർട്ടിയുടെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ തനിക്കുണമാണ് ഇപ്പൊ കണ്ടത്. അതായത് ഇപ്പൊ സതീശിനെതിരെ സമരം നീട്ടിവെക്കാൻ പറഞ്ഞതിന്റെ കാരണം അവർക്ക് മാൻഡേറ്റ് കുറവാണ്. അവർ വളരെ കുറച്ച് സീറ്റിന് ജയിച്ചുള്ളൂ. പക്ഷെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് 2 സീറ്റിനും കണ്ട് ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ട് ഇവർ എന്ത് ചെയ്തു? തുടക്കം മുതൽ സമരമായിരുന്നു എന്നുള്ളതാണ് ഒരു സീനിയർ മാധ്യമപ്രവർത്തകൻ പറയുന്നത്. വളരെ സത്യമല്ലേ? ആലോചിക്കുക, CPM ചെയ്ത 90% സമരങ്ങളും ഊള സമരങ്ങളും ഒരു ആവശ്യമില്ലാത്ത സമരങ്ങളായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഞാനൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ, ഒന്ന് കണ്ടു നോക്കട്ടാം. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് 30 കൊല്ലം മുന്നേ ചെയ്ത സമരം കാരണം പിള്ളേരെ മുഴുവൻ നാട്ടിൽ നിന്ന് ഓടിച്ച്. അത് കഴിഞ്ഞ് ഹൈവേ വന്നു കഴിഞ്ഞപ്പോൾ അതും ഇതും പറഞ്ഞുകൊണ്ട് ഒരു സമരം ചെയ്ത്. പിന്നെ അദാനിയുടെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ എന്തോ കോൺട്രാക്റ്റിൽ എന്താണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സമരം ചെയ്ത് എന്തോ വള്ളി പുള്ളി മാറ്റിയതിന് ശേഷം ഉമ്മാർ തന്നെ എന്ത് ചെയ്തു? അത് അവന്മാർ ഭരിക്കാൻ വന്നപ്പോൾ അദാനിയെ തന്നെ ഏൽപ്പിച്ചു. ഗെയിൽ പൈപ്പ് ലൈൻ വന്നു കഴിഞ്ഞപ്പോൾ ഭൂമിക്കടിയിലെ ബോംബാണെന്നും പറഞ്ഞ് സമരം ചെയ്ത്. എയർപോർട്ട് വന്നു കഴിഞ്ഞപ്പം പാവങ്ങളുടെ നെഞ്ചത്തിൽ കൂടെയാണോ എയർപോർട്ട് ഓടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്തു. അങ്ങനെ ഉടായ്പ് എന്ന് പറഞ്ഞാൽ ഉടായ്പ്. ഇവർ ചെയ്ത 99% സമരങ്ങൾ ആവശ്യമില്ലാത്ത സമരങ്ങളായിരുന്നു. അത് വേറെ കാര്യം. ഇങ്ങനെ പറഞ്ഞ തന്നെ കേട്ടില്ലേ, ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഒരു കാര്യമില്ല, തുടക്കം മുതലേ പണി തുടങ്ങുകയാണ്, ഇന്ന് ഇപ്പൊ കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ട്. ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ട് എന്ന് LDF ഉറപ്പായിരുന്നു. UDF അധികാരത്തിൽ വന്നെങ്കിലും ജനങ്ങളുടെ പിന്തുണയിൽ ഒരു കുറവും വന്നിട്ടില്ല. അക്കാര്യത്തിൽ LDF ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അത് ശരിയുമാണെന്നേ. ആ കരുത്താണ് തുടക്കം മുതൽ തന്നെ സർക്കാരിനെതിരെ നീങ്ങാൻ അന്ന് LDF കരുത്തായത്. തുടക്കം മുതൽ അതായത് സമരം ഒരു ജോലിയായിട്ട് മാറുകയാണ്. അല്ലാണ്ട് ഒരു ആവശ്യത്തിനോ പ്രോഗ്രസീവോ ആയിട്ടുള്ള ഒരു കാര്യത്തിനല്ല, ഒരു ജോലിയായിട്ട് അങ്ങ് മാറുകയാണ് സമരം. ആ സമരമാണ് നമ്മുടെ നാടിനെ, നമ്മുടെ യുവാക്കളെ നാട്ടിൽ നിന്ന് ഓടിച്ചതെന്ന് വിവരമുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി ഈ പാർട്ടിയിൽ ഇപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം വന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഈ സമരം അല്ലെങ്കിൽ UDF സമരം ഹണിമൂൺ പീരീഡ് നീട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വന്നല്ലോ. അത് അവിടുത്തെ ചെറുപ്പക്കാരാവാനാണ് സാധ്യത. നോക്കാം. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ? ജനങ്ങളുടെ മാൻഡേറ്റ് വലിയ രീതിയിൽ UDF അനുകൂലമാണ്. ഒന്നാഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ പോലും ഒരുപക്ഷെ തോറ്റുപോകുമായിരുന്നു. കറക്റ്റാ. 6-7 മണ്ഡലത്തിലെങ്ങാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി പുറകിലായിരുന്നു. ആരെങ്കിലും വിചാരിച്ചതാണോ? നമ്മുടെ ട്രീ കട്ടർ ചാനൽ പറഞ്ഞതനുസരിച്ച് 100 സീറ്റിന് മേളിൽ വിജയിക്കേണ്ടതാണ് CPM ഈ കഴിഞ്ഞ ഇലക്ഷനിൽ. ആ സ്ഥാനത്താണ് പിണറായി വിജയൻ കഷ്ടി കടന്നുകൂടിയത്. LDF ഉറച്ച കോട്ടകൾ പോലും തച്ച് തകർക്കപ്പെട്ടു.
അങ്ങനെ പുറത്തു പോകുന്നവർക്ക് പാർട്ടിയിലെ ഏതെങ്കിലും വിഭാഗത്തിന്റെ പരസ്യമായ പിന്തുണ കിട്ടാറില്ല, കിട്ടിയ ചരിത്രമില്ല. അത് ഏറെക്കുറെ അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം എന്താ, CPM അച്ചടക്കമുള്ള ഒരു കേഡർ പാർട്ടി. അത് കറക്റ്റ് പോയിന്റ്. അതായത് ഒന്ന് ആലോചിക്കുക, ടി പി ചന്ദ്രശേഖരനൊക്കെ പാർട്ടി വിട്ട് വേറൊരു പാർട്ടി രൂപീകരിച്ചെന്നും പറഞ്ഞാണ് ഉപദ്രവിച്ചതും കൊല ചെയ്തതൊക്കെ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ ഇലക്ഷനിൽ പാർട്ടി കോട്ടയിൽ തന്നെ വിവിധന്മാർ മത്സരിച്ചങ്ങ് ജയിച്ചു. കണ്ണൂരിൽ, അതുപോലെ ആലപ്പുഴയിലും മത്സരിക്കുമല്ല, ജയിച്ചു. ആ നിന്ന സീറ്റിലൊക്കെ ജയിച്ചു. അപ്പൊ ഇവന്മാരുടെ പാർട്ടി കോട്ടകളിൽ പോലും മണ്ണൊഴുകി പോവുകയാണെന്ന് സഖാക്കന്മാര് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പണ്ട് പാർട്ടി വിട്ടാൽ കൊന്നുകൊണ്ടിരുന്ന പാർട്ടിയുടെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ പറഞ്ഞു വരുന്നത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ നടന്ന യോഗത്തിൽ സമര പരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കണം എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്വീകരിച്ചത്. അത് ശരി, അതെന്തിനാണാവോ പിണറായി വിജയൻ സാർ ഇപ്പൊ സമരം തുടങ്ങണത്? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇത് ആരുടെ വായിക്കരിയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സമരം? 3 മാസേ ആയിട്ടുള്ളൂ. ഇവിടെ എന്തുവാണ് ഇവിടെ നടന്നത്? ഇവിടെ വല്ല വിപ്ലവം നടന്നു? ഇവിടെ ആരെങ്കിലും കൊന്നോ? അതോ പട്ടാള ഭരണം ഏർപ്പെടുക? ഇപ്പോൾ ഇവിടെ പട്ടിണിയാണോ? അതോ പോലീസുകാർ കയറി ആൾക്കാരെ നിരങ്ങുകയാണോ? എന്താണ് പ്രശ്നം? എന്താണ് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യൂ. അതറിയാനുള്ള ഒരു സാമാന്യ അവകാശം എങ്കിലും ഇവിടെയുള്ള നാട്ടുകാർക്കില്ലേ? പിണറായി വിജയൻ പറഞ്ഞു എന്നാണ് പറയണത്. ഇത് ഇങ്ങനെ വെറുതെ പറയാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെയാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. Okay, എന്നാൽ അതിനോട് CPM-ന് പോലും യോജിപ്പുണ്ടായിരുന്നില്ല എന്ന് വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാം. ദാറ്റ്സ് ദ പോയിന്റ്. അതായത് ഈ 80 വയസ്സും 90 വയസ്സും കഴിഞ്ഞ കിളവന്മാര് എടുക്കുന്ന തീരുമാനങ്ങൾ ഇനി അങ്ങോട്ട് വർക്കൗട്ട് ആവില്ല എന്നുള്ളത് ഒരു വിഭാഗം CPM അണികൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ CPM-ന്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ടാണ് ഈ ഹണിമൂൺ വരെ നമുക്ക് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടികളെ പറ്റി പ്ലാൻ ചെയ്യാമെന്നൊക്കെ അവിടെ നിന്ന് അഭിപ്രായം ഉയർന്നത്. അത് മനസ്സിലാക്കിയ കുറച്ച് വിവരമുള്ള ആളുകൾ ആ പാർട്ടിയിൽ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണല്ലോ ഹണിമൂൺ പീരീഡ് നീട്ടിക്കൊടുക്കാം എന്ന തീരുമാനത്തിലേക്ക് മുന്നണി തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഈ 3 മാസം കഴിഞ്ഞിട്ടും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം സതീശനെ നുണേശ അത് ഇതെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാലും ആളുകൾക്ക് ഇപ്പോഴും കോൺഗ്രസിനോട് തന്നെയാണ് താല്പര്യം. പ്രത്യേകിച്ച് ഒരു മാറ്റം ഈ 3 മാസത്തിനുള്ളിൽ എന്തായാലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇനി നിങ്ങൾ സമരഘടന തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണത് ഈ പാർട്ടി ഇല്ലാണ്ടാവും. എങ്ങനെയാണോ ബംഗാളിൽ ഇല്ലാണ്ടായത് അതുപോലെ ഇല്ലാണ്ടാവും. കാരണം സമരം ചെയ്യാനുള്ള യാതൊരു കാര്യം ഇവിടെ ഇല്ലെന്നേ. അതാണ് വാസ്തവം. അതായത് ഇത്രയേ ഉള്ളൂ ഇതിലെ കാര്യം. ഇവിടെ സമരം ചെയ്യാനുള്ള യാതൊരു സംഭവവും ഇല്ല, ഒരു കാര്യവും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരു പാർട്ടി അടിമയാണ്, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഇപ്പൊ സമരം ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90% സമരം ഈ പാർട്ടി ചെയ്തത് വേസ്റ്റ് ആയിട്ടുള്ള സമരങ്ങളാണ്, നാടിനെ പിന്നോട്ടടിക്കുന്ന സമരങ്ങളാണ്. ഫോർച്ചുനേറ്റ്ലി അങ്ങനെയുള്ള മിക്ക സമരങ്ങളും പൊട്ടിപ്പോയി. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്ന് നമ്മൾ കാണുന്ന പല സംഭവങ്ങളും നമ്മുടെ കൊച്ചിൻ സ്റ്റേഡിയം മുതൽ എയർപോർട്ട് മുതൽ ഇതൊക്കെ ഉണ്ടായത്. ഈ സമരമൊക്കെ വിജയിച്ചായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതെല്ലാം പൊളിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടിയെ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഒരു കാര്യവുമില്ല, അതൊരു പ്രോഗ്രസീവ് പാർട്ടിയായിട്ട് നിലനിൽക്കുക. അതല്ലാതെ സമരം ചെയ്താൽ മാത്രമേ 4 ആൾ കാണുകയുള്ളൂ, പാർട്ടിക്ക് വളർച്ച ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിച്ചാൽ 30 കൊല്ലം മുന്നേ ഉള്ള പിണറായി വിജയൻ ചിന്തിക്കുന്ന പോലുള്ള ചിന്താഗതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ നിത്യമായി പാർട്ടിയെ ഉറക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണോ ബംഗാളിൽ ഉറക്കിയത്, അത്രയേ ഉള്ളൂ അതിലെ കാര്യം.